ഹലോ കൂട്ടുകാരെ, രമ്യാസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡ്ഡലി പൊടിയാണ് കേട്ടോ. ഇഡ്ഡലി പൊടിക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മട്ടയരിയാണ്. മട്ടയരി നമുക്ക് ചീനച്ചട്ടി ഗ്യാസിലോട്ട് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നമുക്ക് മാറ്റി വെച്ച് അതേ ചീനച്ചട്ടി തന്നെ നമുക്കൊരു 4 വറ്റൽമുളകും സ്വല്പം കടലപ്പരിപ്പും കുരുമുളകും സ്വല്പം ഉഴുന്നുപരിപ്പും ചേർത്ത് നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഇതും അതുപോലെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അതും ആ വറുത്ത് വെച്ചിരിക്കുന്ന അരിയിലോട്ട് നമുക്ക് കൊട്ടി നന്നായിട്ടൊന്ന് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വറുത്ത അരിയെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന അരിയെല്ലാം ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. മിക്സിയുടെ ജാറ് ചെറുതായതുകൊണ്ട് ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് പൊടിച്ച അരി ഞാനൊരു പാത്രത്തിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2ാം പ്രാവശ്യം പൊടിച്ച അരിയും ഒന്നിച്ച് മിക്സ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയെല്ലാം ടേസ്റ്റോടുകൂടി കഴിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് 1 മാസമോ 2 മാസമോ എല്ലാം നമുക്ക് കേടുകൂടാതെ തന്നെ സൂക്ഷിച്ച് എടുത്തു വയ്ക്കാവുന്നതുമാണ് കേട്ടോ. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി പൊടി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇഡ്ഡലി കഴിക്കുമ്പോൾ ആവശ്യത്തിനടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റായി കിട്ടുന്നത്. ഞാനിവിടെ ഉണ്ടാക്കി നോക്കിയ ഇഡ്ഡലി പൊടി നിങ്ങളും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതാ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡ്ഡലി പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ എല്ലാവരും.